Okay, നമുക്ക് ഇന്ന് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് പോളാർ ഫോം ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ W equal to Z square. നമുക്ക് ഈ ചാപ്റ്റർ തീരുന്ന സമയത്തിൽ എപ്പോഴാണ് നമുക്ക് ഈ പോളാർ ഫോം അപ്ലൈ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ പോളാർ ഫോം W equal to Z square പോളാർ ഫോമിൽ എന്തൊക്കെ XY പ്ലെയിനിലുള്ള ചേഞ്ച് W പ്ലെയിനിൽ എന്തായിട്ട് മാറും, അതായത് UV പ്ലെയിനിൽ എന്തായിട്ട് മാറും, ആ കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ നോക്കാം. ഓക്കെ, ദ പോളാർ ഫോം of the transformation W equal to Z square. Polar form of the transformation W equal to Z square. ഞാൻ അതിനുശേഷം പറയാം ഏത് പ്രോബ്ലം വരുമ്പോഴാണ് പോളാർ ഫോം അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ W equal to Z square ഇതിന് മുമ്പുള്ള പ്രോബ്ലം നോക്കി നമുക്ക് ആ സമയത്തിൽ പേരബോള കിട്ടിയ കാര്യങ്ങൾ നോക്കി പോളാർ ഫോം എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ് തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളും. ഓക്കെ, ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ക്ലാസ്സിൽ നോക്കിയിട്ടിരിക്കുക. ഇപ്പം നമ്മൾ തന്നിരിക്കുന്ന ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട ഒരു നോട്ട് 1. The polar form of a complex number Z equal to x plus iy. Okay, ഈ Z equal to x plus iy എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിന് നമുക്ക് അത് സെയിം തന്നെ ഒരു പോളാർ ഫോമിൽ കൊണ്ടുവരാൻ പറ്റും. സോ അതിൻ്റെ ഫോമുല ഇതാണ്, ദാറ്റ് ഈസ് Z equal to r into cos theta plus I sin theta. ഇതാണ് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം. ഇവിടെ അൺനോൺസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ആറും തീറ്റവും. സോ വേർ r equal to square root of x square plus y square and theta equal to tan inverse of y by x. Okay, അപ്പോൾ തന്നിരിക്കുന്ന ഏത് കോംപ്ലക്സ് നമ്പർ XY പ്ലെയിനിലുള്ള ഒരു കോംപ്ലക്സ് നമ്പർ Z equal to x plus iy നെ അതിൻ്റെ പോളാർ ഫോമിൽ കൊണ്ടുവരുന്നത് r into cos theta plus I sin theta. ഇവിടെ r എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് x square plus y square, തീറ്റ എന്നത് tan inverse y by x. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് cos theta plus I sin theta എന്ന e raised to I theta എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എന്തുകൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു r into e raised to I theta. r into e raised to I theta. കാര്യം e raised to I theta equal to cos theta plus I sin theta. ഫസ്റ്റ് ഈ കാര്യം മനസ്സിലാക്കണം. നമ്മൾ തന്നിരിക്കുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്കൊരു പോളാർ ഫോമിൽ കൊണ്ടുവരുമ്പോൾ അതെന്തായിട്ട് മാറും? Z equal to r into e raised to I theta. r എന്ന് പറയുന്നത് സപ്പോസ് x plus iy ആണെങ്കിൽ square root of x square plus y square, theta equal to tan inverse y by x. സപ്പോസ് ഇത് W പ്ലെയിൻ ആണെങ്കിൽ ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും? നമുക്ക് എടുക്കുന്നത് എന്താ എടുക്കും? സപ്പോസ് ഇത് W പ്ലെയിനിൽ വരുമ്പോൾ ഓഫ് എ കോംപ്ലക്സ് നമ്പർ W equal to u plus iv. ഇവിടെ നമുക്ക് എങ്ങനെ ഇടും? ദാറ്റ് ഈസ് W equal to rho into cos phi plus I sin phi. Okay, that is rho into cos phi plus I sin phi എങ്ങനെ എടുക്കാം? e raised to I phi. Cos phi plus I sin phi, that is rho equal to W equal to rho into e raised to I phi. ഇവിടെ അതേ സെയിം ആണ്. സോ ഇവിടെ rho എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് u square plus v square and phi equal to തീർച്ചയായിട്ടും tan inverse എക്സിൻ്റെ റോൾ ചെയ്യുന്നത് യുവും വൈൻ്റെ റോൾ ചെയ്യുന്നത് ബി ആണ്. അപ്പോൾ എന്തായാലും ബി ബൈ യു ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ പോളാർ ഫോമിൽ ഫസ്റ്റ് നമുക്ക് ഇന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം എന്താണ്? r into e raised to I theta ആണ്. r എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് x square plus y square, തീറ്റ എന്നത് tan inverse y by x ആണ്. സോ അതുപോലെ W പ്ലെയിനിലെ കാര്യങ്ങൾ നോക്കി. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ കാര്യങ്ങൾ നോക്കിയ ശേഷം നമുക്ക് അടുത്ത നമ്മുടെ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ പോളാർ ഫോം തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ പോളാർ ഫോം നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എടുക്കുന്നത് ലെറ്റ് Z equal to പോളാർ ഫോം ആയതുകൊണ്ട് Z equal to r into e raised to I theta, W equal to rho into e raised to I phi. ഇതിനെക്കുറിച്ച് ജസ്റ്റ് മുമ്പ് തന്നെ നോക്കി അതിൻ്റെ പോളാർ ഫോമാണ് ഞാനിവിടെ എടുക്കുന്നത്.
So given transformation given W equal to Z square ആണ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും rho into e raised to I phi equal to Z square വാല്യൂ എന്താണ് r into e raised to I theta. So the whole square, that is rho into e raised to I theta equal to square ചെയ്യുമ്പോൾ എന്താവും r square e raised to I theta the whole square. E raised to I theta the whole square value എന്താണ് a raised to m the whole raised to number a raised to m എൻ്റെ ആണ്. അപ്പോൾ എന്ത് കിട്ടും നിനക്ക് r square into e raised to I 2 theta എന്ന് കിട്ടും. That is r square e raised to I 2 theta. ഇത് രണ്ടേയും കമ്പയർ ചെയ്ത് നോക്ക്. രണ്ടേയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ കിട്ടുന്നത്? ഇവിടെ റോയുടെ ഇത് രണ്ടേയും കമ്പയർ ചെയ്യുമ്പോൾ റോയുടെ വാല്യൂ r square ആണ്. ഇവിടെ ഇരിക്കുന്ന തീറ്റ ചേഞ്ച് ആവുന്നത് 2 theta ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കിട്ടും നമുക്ക്? This implies rho equal to r square. Rho എന്ന് പറയുന്നത് r square ആയിട്ട് മാറും. പിന്നെ തീറ്റ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? സോറി, തീറ്റ അല്ല, നമ്മുടെ ഇവിടുത്തെ ആംഗിൾ ഇവിടെ ഫൈ ആണ്. e raised to I phi. So phi equal to rho ന്റെ പ്ലേസിൽ വരുന്ന r square ആണ്. കമ്പയർ ചെയ്യുമ്പോൾ phi ന്റെ പ്ലേസിൽ വരുന്നത് 2 theta. phi equal to 2 theta ആണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് വരുന്ന ചേഞ്ച് റോ ചേഞ്ച് ആവുന്നത് r സ്ക്വയർ ആയിട്ടും തീറ്റ ചേഞ്ച് ഫൈ ചേഞ്ച് ആവുന്നത് 2 തീറ്റമാണ്. അപ്പോൾ ലാസ്റ്റ് കൺക്ലൂഷൻ ഇപ്പോൾ തന്നെ നിങ്ങൾ നോട്ട് എടുക്കണം. ലാസ്റ്റ് കൺക്ലൂഷനാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഇതിൽ നിന്ന് എൻ്റെ കൺക്ലൂഷനിൽ നിന്ന് ഇതാണ്. therefore ഓക്കെ, വളരെ ഫ്രീ ആയിട്ടൊന്ന് നോക്കുക. therefore under the transformation bracket at the polar form, under the transformation bracket at the polar form, W equal to Z square, comma we have under the transformation W equal to Z square we have polar form. എന്ത് കിട്ടി നമുക്ക്? റോ ചേഞ്ച് ആവുന്ന റോ ഈക്വൽ ടു r സ്ക്വയർ ആയിട്ട് മാറി. പിന്നെ തീറ്റ ഫൈ ഈക്വൽ ടു ഇവിടുത്തെ റോ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡബ്ല്യു പ്ലെയിനിലുള്ള അവിടെ വരുന്ന സ്ക്വയർ റൂട്ട് ഓഫ് ഇ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഫൈ എന്ന് പറയുന്നത് അവിടെ ഉള്ള ആംഗിൾ ആണ്. ഓക്കെ, ഈ ഫൈ എന്തായിട്ട് മാറും? ഫൈ ഈക്വൽ ടു 2 തീറ്റ. ഇതാണ് ഇവിടുത്തെ റിലേഷൻ. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വച്ചിരിക്കുക. ഒരു പോളാർ ഫോം നമുക്ക് വരുന്ന സമയത്തിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുമ്പോൾ റോ എന്ന് പറയുന്നത്, അതായത് ഡബ്ല്യു പ്ലെയിനിലിരിക്കുന്ന റോ എന്തായിട്ട് മാറും? r സ്ക്വയർ ആയിട്ട് മാറും. എക്സ് വൈ പ്ലെയിനിലിരുന്ന r സ്ക്വയർ ആയിട്ട് മാറും. അതുപോലെ ഡബ്ല്യു പ്ലെയിനിലുള്ള ആംഗിൾ ഫൈ എന്തായിട്ട് മാറും? 2 തീറ്റ ആയിട്ട് മാറും. സോ ഇത് വളരെ പ്രധാനമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ, നമുക്ക് കുറച്ച് ബേസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. പിന്നെ പ്രാബല്യങ്ങൾ ചെയ്യുമ്പോൾ ഒത്തിരി എളുപ്പമാണ്. ഈ ക്ലാസ് വളരെ പ്രധാനമാണ്. വളരെ ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലമൊക്കെ എല്ലാം വളരെ നിസ്സാരമായിട്ട് മാർക്ക് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഇത് ഞാൻ മായ്ക്കാണ്, നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമുക്ക് അറിയുന്ന ഒരു കാര്യം കൂടെയാണ് നോട്ട് 2. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ് നമുക്കറിയാം. ഇത് ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ നമുക്ക് 0 തുടങ്ങും. പിന്നെ ഈ ആംഗിൾ പൈ എന്നെടുക്കും, π/2 എന്നെടുക്കും. ഇത് ആംഗിൾ പൈ ആണ്. പിന്നെ ഇതെന്താണ്? 3π/2 ആണ്. ഇവിടെ തിരിച്ചു വരുമ്പോൾ റൗണ്ട് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? r 2π ആയിട്ട് മാറും. ഇതിന് ഫസ്റ്റ് ക്വാഡ്രന്റ് നമുക്ക് എവിടെ നിന്ന് എവിടെ വരെ വരും? 0 മുതൽ π/2 വരെ. സെക്കൻഡ് ക്വാഡ്രന്റ് π/2 to π വരെ. തേർഡ് ക്വാഡ്രന്റ് പൈ മുതൽ 3π/2 270 ഡിഗ്രി. പൈ ആകുമ്പോൾ 180 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. സോ ഇവിടെ ആകുമ്പോൾ എന്താ വരും? ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആകുമ്പോൾ 3π/2 to 2π. അത് എന്ത് വരും? നമുക്ക് ഇത് 90 ഡിഗ്രി, 180 ഡിഗ്രി, 270, പിന്നെ 360. തിരിച്ച് റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ തന്നെ വരും. നമുക്ക് ഈ കാര്യങ്ങൾ നമുക്കറിയാം. ഇതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം ഇവിടെ ആംഗിളിനെ കുറിച്ച് പഠിക്കുന്ന സമയത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. ഇതൊരു നോട്ടായിട്ട് എടുക്കുക. നോട്ട് എടുത്ത ശേഷം നിങ്ങൾ നോട്ട് എടുക്കണം. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര തന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചാലും
നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് എടുക്കുന്നത് വളരെ ഇതാണ്. ഇപ്പം ഞാൻ ക്ലാസ്സിൽ തരുന്ന എല്ലാത്തിനെയും നിങ്ങൾ നോട്ട് എടുക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് കൂടെയാണ്. ഓക്കെ, അടുത്ത നോട്ട് 3. നോട്ട് 3 ഇത് ആൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. The equation of a circle with center R and with center A. Now പൊതുവായിട്ട് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ with center A and radius R is given by modulus of z minus a equal to r. ഓക്കെ, കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ യൂട്യൂബിൻ്റെ ക്ലാസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോഡുലസ് ഓഫ് z മൈനസ് എ ഈക്വൽ ടു ആർ ആകുമ്പോൾ എ എന്ന് പറയുന്നത് സെൻറ്ററും ആർ എന്ന് പറയുന്നത് റേഡിയസുമാണ്. ഓക്കെ, സോ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സപ്പോസ് ഒരു എക്സാമ്പിൾ modulus of z minus of 3 plus 2i equal to 1. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം എ സെൻറ്റർ ആണ്, ആർ റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എ സെൻറ്റർ ആണ്. സെൻറ്റർ എന്തായിരിക്കും? സെൻറ്റർ സി ഈക്വൽ ടു 3 plus 2i. ഒരു കോംപ്ലക്സ് നമ്പറിന് പേഴ്സിൽ ആർഡർഡ് പേരിൽ കൊണ്ടുവരികയാണെങ്കിൽ എന്താവും? 3,2 എന്നുള്ളത്. ഓക്കെ, റിയൽ ആക്സിസിൽ 3ഉം ഇമേജിനറി ആക്സിസിൽ 2ഉമാണ്. പിന്നെ റേഡിയസ് ആർ ഈക്വൽ ടു ഇവിടെ 1 ആണ്, ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ട്രേസ് ചെയ്യാം? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇതിൽ 1 2 3, പിന്നെ 1 2. സെൻറ്റർ എന്ന് പറയുന്നത് 3,2 ആണ്. അപ്പോൾ ഇവിടെ 3ഉം ഇവിടെ 2ഉം, ഇവിടെ നമുക്ക് സെൻറ്റർ. പിന്നെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ 1 റേഡിയസ്. ഈ സർക്കിളാണ്. സോ ഇതിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയുന്നത് എന്താണ്? ഈ ടേം 3,2 ആണ്. ഈ ഡിസ്റ്റൻസ് റേഡിയസ് 1 ആണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം കൂടെയാണ് അടുത്തൊരു കാര്യം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കുക, എപ്പോഴും യൂസ് ആകുന്നതാണ്. ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ സെൻറ്റർ എയും റേഡിയസ് ആറും ആണെങ്കിൽ മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു ആർ ആണ്. ഓക്കെ, അത് ട്രേസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എ എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റർ, സി എന്ന് പറയുന്നത് 3 plus 2a ആണ്. ഒരു കോംപ്ലക്സ് നമ്പറിനെ പേഴ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ ആർഡർ പേരിൽ കൊണ്ടുവരുമ്പോൾ റിയൽ പാർട്ട് 3, ഇമേജിനറി പാർട്ട് 3,2 ആണ്. റേഡിയസ് ആർ ഈക്വൽ ടു 1, 3,2 അവിടെ എടുത്ത് പിന്നെ നമുക്ക് റേഡിയസ് 1 എടുത്ത് ട്രേസ് ചെയ്ത്, ഇതാണ് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 3 plus 2i ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സർക്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ അറിയാം, ട്രേസ് ചെയ്യാനും അറിയാം. ഇപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ആ സർക്കിളിൻ്റെ ഇക്വേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടായിട്ട് അടുത്ത് വരുന്ന നോട്ട് വളരെ കെയർഫുള്ളായിട്ട് നോക്കണം. ഈ കാര്യങ്ങളൊക്കെ എല്ലാം നോട്ട് എടുക്കണം. ഒരു പ്രാവശ്യം സ്റ്റിൽ ചെയ്യുക, നോട്ട് എടുക്കുക. നോട്ട് 4. ഓക്കെ, മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു ആർ. നമുക്ക് എല്ലാവർക്കും അറിയാം മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു ആർ എന്ന് പറയുമ്പോൾ ഇസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ എ ആൻഡ് റേഡിയസ് ആർ ആണ്. ഇംപ്ലൈസ്ഡ് ആൻഡ് ഇംപ്ലൈസ്ഡ്. ഓക്കെ, മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു ആർ, ഇംപ്ലൈസ്ഡ് ആൻഡ് ഇംപ്ലൈസ്ഡ്. ഓക്കെ, സോ ഇത് കുറച്ചുകൂടെ നമുക്ക് റൈറ്റ് സൈഡിൽ എഴുതാം, കാര്യം ഇവിടെ കുറച്ച് ക്ലിയർ വരുന്നുണ്ട്. മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു ആർ, ഇംപ്ലൈസ്ഡ് ആൻഡ് ഇംപ്ലൈസ്ഡ്. സോ അതിൻ്റെ സെയിം മീനിങ് ആണ്. ഇസഡ് മൈനസ് എ ഈക്വൽ ടു ആർ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ. മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു ആർ എന്ന് പറയുന്നതും ഇസഡ് മൈനസ് എ ഈക്വൽ ടു ആർ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറയുന്നതും സെയിം ആണ്. ഇവിടെ നമുക്ക് എന്താണ്? സോ ഹിയർ നമ്മുടെ എ എന്താണ്? എ സെൻറ്റർ, പിന്നെ ആർ റേഡിയസ്, പിന്നെ തീറ്റ ആംഗിളാണ്. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു ആർ എന്ന് പറയുന്നതും
Z minus A equal to R into e raised to I theta എന്ന് പറയുന്നത് സെയിം ആണ്. ഇവിടെ നമുക്ക് A എന്ന് പറയുന്നത് ഈ A എന്ന് പറയുന്നത് സെൻറ്റർ, R എന്ന് പറയുന്ന റേഡിയസ്, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണ്. ഓക്കെ, സോ അപ്പോൾ അതുപോലെ വെച്ചിട്ട് ഇതിൽ നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ 1 എടുക്കാം. നമ്പർ 2 നമുക്ക് സെയിം ആയിട്ട് ഇത് ഇടാൻ പറ്റും. മോഡുലസ് ഓഫ് Z ഈക്വൽ ടു R ആകുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എന്റെ പ്ലേസിൽ ഒന്നും വരുന്നില്ല, അപ്പോൾ 0 ആണ്. സോ ഇംപ്ലൈസ്ഡ് ആൻഡ് ഇംപ്ലൈസ് Z ഈക്വൽ ടു എന്ത് വരും? R ഇൻറ്റു ഇ റൈസ് ടു I തീറ്റ ആയിട്ട് മാറും. കാരണം ഇവിടെ നമുക്ക് A ഇല്ല, അപ്പോൾ Z ഈക്വൽ ടു R ഇൻറ്റു ഇ റൈസ് ടു I തീറ്റ രണ്ടും സെയിം ആണ്. സോ ഹിയർ ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? ഹിയർ A എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ A സെൻറ്റർ 0 സെൻറ്റർ ആണ്, 0 സെൻറ്റർ. പിന്നെ R റേഡിയസ്, പിന്നെ തീറ്റ അതിൻ്റെ ആംഗിൾ. അപ്പം ഇന്ന് നമുക്ക് നിറയെ അറിവുകൾ കിട്ടിയിട്ടിരിക്കുകയാണ്. മോഡുലസ് ഓഫ് Z മൈനസ് A ഈക്വൽ ടു R എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. A സെൻറ്റർ ആണ്, R റേഡിയസ് ആണ്. അതിന് നമുക്ക് തിരിച്ച് വേറെ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? Z മൈനസ് A ഈക്വൽ ടു R ഇൻറ്റു ഇ റൈസ് ടു I തീറ്റ എന്ന് രണ്ടും സെയിം ആണ്. എന്നാണ് ഇംപ്ലൈസ്ഡ് ആൻഡ് ഇംപ്ലൈസ്ഡ് ഇടാൻ കാണും. ഇങ്ങനെ എഴുതുന്നതും സെയിം തന്നെയാണ്. ഓക്കെ, സോ അതുപോലെ മോഡുലസ് Z ഈക്വൽ ടു R ആകുമ്പോൾ നമുക്ക് എന്ത് വരുന്നില്ല? A വരുന്നില്ല, അപ്പോൾ Aൻ്റെ പ്ലേസിൽ 0 വരുന്നു. അപ്പോൾ Z എന്തായിട്ട് മാറും? R ഇൻറ്റു ഇ റൈസ് ടു I തീറ്റ ആവും. ഇവിടെ 0 സെൻറ്ററും R റേഡിയസും തീറ്റ അതിൻ്റെ ആംഗിളുമാണ്. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ സർക്കിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്ത് കാണിക്കാം. നമുക്ക് ആംഗിൾ അറിയാം. സോ എന്നോട് എക്സാമ്പിൾ ഇതുകൂടെ നോട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് നോട്ടുകളാണ് ഇപ്പോൾ തരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ തരുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നോക്കിയിട്ടിരിക്കുക. ഓക്കെ, എൻ്റെ എക്സാമ്പിൾ മോഡുലസ് ഓഫ് Z ഈക്വൽ ടു 2, 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2. ഓക്കെ, മോഡുലസ് ഓഫ് Z ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഒരു സർക്കിളാണ്. സർക്കിളിൻ്റെ സെൻറ്റർ 0 ആണ്, റേഡിയസ് 2 ആണ്, R ഈക്വൽ ടു 2 ആണ്. ഓക്കെ, സോ ആംഗിൾ എതിരെ പോകുന്നത് 0 മുതൽ π/2. 0 മുതൽ π/2 ആകുമ്പോൾ എന്താണ്? ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ട്രേസ് ചെയ്യാം? സോ ഹിയർ C ഈക്വൽ ടു 0, സെൻറ്റർ C 0 ആണ്. പിന്നെ R ഈക്വൽ ടു 2, പിന്നെ 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2 ആണ്. അപ്പോൾ ഇത് ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു X ആക്സിസ് എടുത്ത് Y ആക്സിസ് ഒറിജിൻ 0 ആണ് നമ്മുടെ സെൻറ്റർ 0 എടുത്ത് ഇവിടുത്തെ 1 ഡിസ്റ്റൻസ് 2 ഡിസ്റ്റൻസ് എടുത്ത് പിന്നെ തീറ്റയുടെ വേരിയേഷൻ ആംഗിൾ തീറ്റ വേരിയേഷൻ ചെയ്യുന്നത് ഇത് എവിടെ മുതൽ എവിടെ വരെയാണ്? π/2 വരെയാണ്. സർക്കിൾ ട്രേസ് ചെയ്യണമെങ്കിൽ 0 സെൻറ്ററിൽ നിന്ന് 2 റേഡിയസിന് ഇത്രയും നമുക്ക് ട്രേസ് ചെയ്യണം. പക്ഷെ തന്നിരിക്കുന്ന ആംഗിൾ ഇതുവരെയാണ് 0 മുതൽ π/2 വരെയാണ്. അപ്പോൾ ഇത് മാത്രം കവർ ചെയ്യും, ഇതിനെ മാത്രം കവർ ചെയ്യും. സോ ഇത് 1, ഇത് 2. സോ അതുപോലെ ഇവിടെ 1, ഇത് 2. സോ നമുക്കറിയാം ഈ ആംഗിൾ 0 ആണ്, ഈ ആംഗിൾ π/2 ആണ്. ജസ്റ്റ് മുമ്പ് നോക്കിയതാണ്. അപ്പോൾ മോഡുലസ് ഓഫ് Z ഈക്വൽ ടു 2, 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2 എന്ന് പറയുമ്പോൾ ഇത്രയാണ്. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നമ്മുടെ UV പ്ലെയിനിൽ നോക്കുകയാണെങ്കിൽ ഇത് എക്സാമ്പിൾ 1. എക്സാമ്പിൾ 2, സപ്പോസ് മോഡുലസ് ഓഫ് W ഈക്വൽ ടു 1, മോഡുലസ് ഓഫ് W ഈക്വൽ ടു 1 അല്ലെങ്കിൽ 3 എടുക്കാം. മോഡുലസ് ഓഫ് W ഈക്വൽ ടു 3, π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 π/2 എന്നിരിക്കട്ടെ. സോ ഇവിടെ R എന്താണ്? ഇവിടെ R അല്ല, ഇവിടുത്തെ റേഡിയസ് നമുക്ക് നേരത്തെ അറിയാം. Z പ്ലെയിനിൽ വരുമ്പോൾ നമുക്ക് റോ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്താണ് വരും? റോ ഈക്വൽ ടു 3, റേഡിയസ് 3 ആണ്. പിന്നെ സെൻറ്റർ C ഈക്വൽ ടു 0, പിന്നെ π/2 ലെസ് ദാൻ 5 ലെസ് ദാൻ 3 π/2. ഓക്കെ, π/2 ലെസ് ദാൻ 5 ലെസ് ദാൻ 3 π/2. അപ്പോൾ നമുക്ക് UV പ്ലെയിനിൽ നമുക്ക് ഇതിനെ ട്രേസ് ചെയ്യുമ്പോൾ സോ എങ്ങനെ ട്രേസ് ചെയ്യാം? ഇത് റിയൽ ആക്സിസ് എക്സിൻ്റെ റോൾ ചെയ്യുന്നത് U ആണ്. ഇത് Z പ്ലെയിൻ ആണ്. ഇത് Z പ്ലെയിൻ. സോ ഇത് എക്സും പിന്നെ ഇവിടെ വൈയും ആണ്. ഓക്കെ, സോ ഇവിടെ എക്സും വൈയും, ഇവിടെ എന്താണ്? യുവും ഇവിടെ V ആണ്.
സോ ഒറിജിൻ 0 ആണ്. ഇവിടെ 1 2 3 എടുത്ത് 1 2 3 എടുത്ത് 1 2 3 എടുത്ത് 1 2 3 ഇവിടെ -1 -1 -2 -3 താഴെ വരുമ്പോൾ ഇവിടെ -1 -2 -3 ഇവിടെ 1 2 3 1 2 3 അറിയുന്ന കാര്യമാണ് നിങ്ങൾ 1 2 3. സോ നമുക്ക് എന്താണ് റേഡിയസ് റോ ആണ്. പക്ഷേ ആംഗിൾ ഏതുവരെ കവർ ചെയ്യുന്നത്? ഇതൊരു സർക്കിളാണ്. സർക്കിളിൻ്റെ സെൻറ്റർ 0 ആണ്. റേഡിയസ് 3 ആണ്. അപ്പോൾ നമുക്ക് അവസാനം എതുവരെ കവർ ചെയ്യും? 5/2 മുതൽ 3/2. ഇത് 5/2 ആണ്, 90 ഡിഗ്രിയാണ്. ഇത് 3/2 ആണ്. അപ്പോൾ നമുക്ക് സെൻറ്റർ 0 ഒന്നും 3 റേഡിയസിൽ നിങ്ങൾക്ക് എവിടെ വരെ ഇങ്ങനെ വന്ന് എതുവരെ കവർ ചെയ്യും? ഇവിടെ കവർ ചെയ്യും. ഇത് ഏത് പ്ലെയിനാണ്? ഇത് W പ്ലെയിനാണ്. W പ്ലെയിൻ. ഇത് യുവും വിയും ആണ്. ഓക്കെ. അപ്പോൾ രണ്ടൊരു എക്സാമ്പിളും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഞാനത് തന്നിരിക്കുന്ന നമുക്ക് ഫിഗറൊക്കെ ഒന്ന് വരയ്ക്കാനല്ല, ഞാൻ ആൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. എക്സാം പോയിന്റിൽ ഫിഗറിൻ്റെ ആവശ്യം നമുക്കില്ല എന്ന് ഞാൻ ആൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫിഗർ തരുന്നത് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി കൂടെയാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഇപ്പോൾ നോക്കിയത്? ഫസ്റ്റിൽ നമുക്ക് ആ ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് എന്തായിട്ട് മാറാൻ? നമുക്ക് പോളാർ ഫോം എടുക്കുമ്പോൾ ഇസറ്റിന് പകരം r×e⁻i⁵യും ഡബ്ല്യൂന് പകരം ρ×e⁻i⁵ ഇടും. ഇപ്പോൾ W=z² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്താണ്? റോ എന്ന് പറയുന്നത് r² ആയിട്ട് മാറും. ഫൈ എന്ന് പറയുന്നത് ആംഗിൾ എന്തായിട്ട് മാറും? അവിടുത്തെ UV പ്ലെയിനിൽ വരുന്ന ആംഗിൾ ഫൈ എന്ന് പറയുന്നത് 2θ ആയിട്ട് മാറും. ഇത് ഫസ്റ്റ് പോയിൻ്റാണ്. സെക്കൻഡ് പോയിൻ്റാണ് ഞാൻ എന്ത് പറഞ്ഞു? ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് ഒരു സർക്കിൾ എങ്ങനെ ട്രേസ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. പിന്നെ ഒരു സർക്കിൾ മോഡുലസ് ഓഫ് z−a = r എന്ന് പറയുന്നതും z−a = r×e⁻i⁵ എന്ന് പറയുന്നത് സെയിം ആണ്. ആ കാര്യം കുറിച്ച് നോക്കി, സർക്കിൾ ട്രേസ് ചെയ്യാനും നോക്കി. ഇപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി മനസ്സിലാക്കിയ ശേഷം ഇപ്പോൾ ഞാൻ നമ്മുടെ ഫൈനൽ കൺക്ലൂഷനിൽ വരാം. നമുക്കപ്പോൾ W=z² ഒരു സർക്കിൾ എങ്ങനെയാണ് ചേഞ്ച് ആകുന്നത് ആ കാര്യങ്ങൾ ഫൈനൽ കൺക്ലൂഷനായിട്ട് എഴുതാം. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും നമുക്ക് ഒരു ബോക്സിനകത്ത് നിങ്ങൾ ഇടുക, നോട്ട് എടുക്കുക. ഇത്രയും നൈറ്റ് വളരെ സീരിയസ് ആയിട്ട് ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നാളത്തെ ക്ലാസ് വരുമ്പോൾ നോട്ടുകൾ എടുത്തിരിക്കണം. ഈ കരുതുന്നതൊക്കെ എല്ലാം നോട്ടുകളെല്ലാം എടുത്തിരിക്കണം. വളരെ ക്ലിയർ ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ സൈഡിൽ പോകുന്നില്ല, ഇവിടെയാണ് തരുന്നത്. ഇവിടെ നിങ്ങൾ എഴുതുന്ന സമയത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സൈഡ് മാത്രം എടുക്കണം. നോട്ട്സുകൾ ക്ലിയർ ആയിട്ട് എൻ്റെ മക്കൾ എടുത്തിരിക്കണം. ഓക്കെ. ഈ കൺക്ലൂഷൻ കൂടെ ബോക്സിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കുക. സോ ദെയർഫോർ ഒരു ലാസ്റ്റ് നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് നോട്ടായതുകൊണ്ട് സ്റ്റാർ ഇടുകയാണ്. അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ, അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ ബ്രാക്കറ്റിനകത്ത് പോളാർ ഫോം അണ്ടർ ട്രാൻസ്ഫോർമേഷൻ W=z². The image of modulus of z = r. Modulus of z = r ആകുമ്പോൾ സർക്കിൾ ആണ്, റേഡിയസ് r ആണ്. അതെന്തായിട്ട് മാറുന്നത്? Modulus of z = r is a circle. Modulus of W = ρ. തന്നിരിക്കുന്ന z = r എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? സർക്കിളായിട്ട് തന്നെ മാറും. അതിൻ്റെ റിലേഷൻ എന്താണ്? വേർ ρ = r². ഇവിടുത്തെ റേഡിയസ് അവിടുത്തെ റേഡിയസിൻ്റെ സ്ക്വയർ ആയിട്ട് മാറും. അതാണ് നമ്മൾ തുടക്കത്തിൽ നോട്ടിൽ തന്നിരിക്കുന്നത്. റേഡിയസ് എന്തായിട്ട് മാറും? റോ എന്ന് പറയുന്നത് r² ആയിട്ട് മാറും. ആൻഡ് ഫൈ ഇവിടുത്തെ ആംഗിൾ ഫൈ എന്തായിട്ട് മാറും? 2θ ആയിട്ട് മാറും. സോ ഇത്രയും വളരെ പ്രധാനമായിട്ടുള്ള നോട്ടുകളാണ്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ സാറേ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ട, എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയാണെങ്കിൽ ഇത്രയും നോട്ട് നോക്കിയാൽ മതി. പോളാർ ഫോമിൽ സർക്കിൾ മോഡുലസ് ഓഫ് z = r എന്ന സർക്കിൾ നമുക്ക് അവിടെ ഇമേജ് എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് W = ρ എന്നും ആവും. റോ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയറാണ്. ഫൈ എന്ന് പറയുന്നത് 2θ ആണ്. ഇത്രയും നീ നോക്കിയാൽ ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ അറിയേണ്ട, ഇത്ര മാത്രം നോക്കുകയാണെങ്കിൽ അത്ര മാത്രം നോക്കിയാൽ മതി. ഇതിനെ ബേസ് ചെയ്താണ് നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വളരെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ പ്രോബ്ലത്തിൽ പോവാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം പ്രോബ്ലത്തിൽ പോകണം. അത് ലാസ്റ്റ് പോയിന്റ് ഇപ്പോഴത്തത് വളരെ പ്രധാനമാണ്. അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ, അതായത് ബ്രാക്കറ്റ് പോളാർ ഫോം W = z²,
the image of modulus I z equal to r എന്തായിട്ട് മാറുന്നു? modulus w equal to rho ആയിട്ട് മാറുകയാണ്. വേറെ എന്താണ് ഈ റോ അതും ഒരു സർക്കിളായിട്ട് തന്നെ മാറുകയാണ്. ഇറ്റ്സ് എ സർക്കിൾ modulus w equal to rho where rho equal to r square അതിൻ്റെ അവിടുത്തെ ആംഗിൾ ഫൈ ഈക്വൽ ടു 2 തീറ്റ. ഇത് നമുക്ക് കണ്ടെത്തുകയാണ്. സോ ഈ ബാക്സ് വളരെ പ്രധാനമാണ്. ഇതിനെ ബേസ് ചെയ്താണ് നമുക്ക് പ്രോബ്ലം നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. Okay, number 1, find the image of modulus of z equal to 3 comma 0 less than theta less than pi by 2 under w equal to z square. Okay, so ഇവിടെ എന്തിനാണ് പോലാർ ഫോം എടുക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന modulus of z equal to 3 ആണ്. 3 എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസും തീറ്റയും തരുമ്പോൾ നമുക്ക് എവിടെ പോകണം? പോലാർ ഫോമിൽ പോകണം. റേഡിയസ് തന്നാലോ അല്ലെങ്കിൽ ആംഗിൾ തന്നാലോ അല്ലെങ്കിൽ റേഡിയസും ആംഗിളും ചേർത്ത് തന്നാലോ നമുക്ക് എവിടെ പോകണം? പോലാർ ഫോമിൽ പോകണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സർക്കിളാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ജസ്റ്റ് മുമ്പ് നോക്കിയാണ് റേഡിയസ് തന്നിരിക്കുന്നത്, ആംഗിളും തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എവിടെ പോകണം? പോലാർ ഫോമിൽ പോകണം. സോ ഇതിന് മുമ്പാണെങ്കിൽ നമുക്ക് പോലാർ ഫോം ഇല്ലാതെ നമുക്ക് നോക്കിയ പ്രോബ്ലങ്ങളെല്ലാം നമുക്ക് പേരപോലെ കിട്ടിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ എന്ത് കിട്ടി? നമുക്ക് എന്താണ് നമുക്ക് കിട്ടിയത്? u ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും v ഈക്വൽ ടു 2xy കിട്ടി. ഇത് വെച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ക്ലാസ്സിൽ തന്നായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടെ വരുന്നതാണ് അതിൻ്റെ പോലാർ ഫോം. ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് പ്രോബ്ലങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇതിൻ്റെ സൊല്യൂഷൻ ഓക്കെ, നമുക്ക് എപ്പോഴും എഴുതുന്ന പോലെ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ ബ്രാക്കറ്റിനകത്ത് പോലാർ ഫോം കമ വി ഹാവ് എന്തൊക്കെയാണ് നമുക്ക് അറിയുന്നത്? റോ എന്തായിട്ട് മാറും? ആർ സ്ക്വയർ. പിന്നെ ഫൈ എന്തായിട്ട് മാറും? 2 തീറ്റ. ഓക്കെ, ഇപ്പൊ ഗിവൺ എന്ത് തന്നിരിക്കുന്നത്? സർക്കിൾ modulus of z equal to 3 ആണ്. സോ ദിസ് ഇംപ്ലൈസ് റേഡിയസ് r എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, therefore റോ എന്തായിട്ട് മാറും? റോ ഈക്വൽ ടു r സ്ക്വയർ, ദാറ്റ് ഈസ് 3 സ്ക്വയർ ഈക്വൽ ടു 9. അപ്പോൾ തിരിച്ച് അവിടെ സർക്കിളായിട്ട് മാറും. സർക്കിളിൻ്റെ റേഡിയസ് 9 ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ആംഗിൾ എന്താണ്? 0. ഇത് വേണമെങ്കിൽ മായ്ക്കുകയാണെങ്കിൽ ഇത്രയും എന്താ ഇടാം? ഇവിടെ 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ ബൈ 2 ഇതാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി അറിയുന്നത് എന്താണ്? 2 തീറ്റയുടെ വാല്യൂ ആണ് 5. ഇവിടെ നമുക്ക് 2 തീറ്റ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 2 × 0 എന്നാവും. ഇവിടെ 2 തീറ്റ എന്നാവും. 2 തീറ്റയിൽ പകരം നമുക്ക് എന്തിടാൻ പറ്റും? 5 ഇടാൻ പറ്റും. ഇവിടെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്താവും? ഈ 2 ക്യാൻസൽ എന്താവും? നമുക്ക് 5 by 2 ആവും. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യും. സോ ദാറ്റ് ഈസ് ദിസ് ഇംപ്ലൈസ് എന്ത് കിട്ടും? 0 ലെസ് ദാൻ 2 തീറ്റ ലെസ് ദാൻ 5 എന്ത് ചെയ്യുന്നു? multiplying by 2. Okay, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഇംപ്ലൈസ് 0 ലെസ് ദാൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാൻ അറിയാം 5 ആണ്, ലെസ് ദാൻ 5. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നതിൻ്റെ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് റോ എന്ന് പറയുന്നത് 9 ആയിട്ട് മാറി. പിന്നെ നമ്മുടെ ആംഗിൾ ഇതുവരെ പോയി? 0 to 5 വരെ പോയി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് therefore നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് കൺക്ലൂഷൻ ആകുമ്പോൾ modulus of z equal to 3 എന്ന് പറഞ്ഞ സർക്കിൾ എന്തായിട്ട് മാറും? modulus of z equal to 9 ആയിട്ട് മാറും. കാര്യം ഇവിടുത്തെ റേഡിയസ് r എന്ന് പറയുന്നത് 3 ആണ്. ഇവിടുത്തെ റേഡിയസ് റോ എന്ന് പറയുന്നത് എന്താണ്? 3 സ്ക്വയർ ആണ്. 9 ആയിട്ട് മാറി. ആംഗിൾ ഏതുവരെ? ഫസ്റ്റ് ക്വാർട്ടർ ആംഗിൾ എന്തായിട്ട് മാറി? ഇവിടെ ഫസ്റ്റും സെക്കൻഡും ക്വാർട്ടറും ചേർന്നാൽ അപ്പർ സെമി സർക്കിളായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കൺക്ലൂഷൻ ഇത്രയും നിങ്ങൾ വളരെ സ്റ്റിൽ ചെയ്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ലാസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് therefore the image of
therefore the image of modulus of z equal to 3 comma 0 less than theta less than pi by 2 is a circle modulus of w equal to അവിടുത്തെ റേഡിയസ് എന്തായിരുന്നു റോ 1 റേഡിയസ് എന്ത് നമുക്ക് 9. ഇതിനു മുമ്പ് നോട്ടിൽ ഞാൻ ലാസ്റ്റ് കൺക്ലൂഷനിൽ പറഞ്ഞിരുന്നതാണ് ഒരു സർക്കിളായിട്ട് മാറും ആൻഡ് റേഡിയസ് റോ ആർ സ്ക്വയർ ആയിട്ട് മാറും തീറ്റ 2 ആകും സോറി 5 2 ആകും. ഞാനത് ഫസ്റ്റ് ഇതിന് മുമ്പുള്ള നോട്ടിൽ പറഞ്ഞതാണ്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് നോക്കി അറിയാൻ പറ്റും. സോ 9 കമ എന്തായിട്ട് മാറും 0 ലെസ് ദാൻ 5 ലെസ് ദാൻ പൈ. സോ ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഫസ്റ്റ് തന്നിരിക്കുന്നത് ഇത് ഇസഡ് പ്ലൈൻ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. സോ 3 റേഡിയസിലുള്ള 0 ഒറിജിനുള്ള 3 റേഡിയസിലുള്ള സർക്കിളാണ്. ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രമായിരുന്നു, ഇത് 3 ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രമായിരുന്നു. അതിവിടെ നമ്മൾ ഡബ്ല്യു പ്ലൈനിൽ പോയപ്പോൾ എന്തായിട്ട് മാറി 9 ആയിരുന്നു. സോ 9 റേഡിയസും 9 ആയിരുന്നു, 9 റേഡിയസ് ആണല്ലേ, കുറച്ചുകൂടെ വരുമായിരിക്കും. 9 റേഡിയസ് ആയിട്ട് മാറി. പിന്നെ ഇത് ഓറിജിൻ 0 ഇസഡ് പ്ലൈൻ, ഇത് ഡബ്ല്യു പ്ലൈൻ, ഇത് എന്താണ് യു ആക്സിസ്, ഇത് ബി ആക്സിസ്. എന്തിനോ പോയി ആംഗിൾ 0 to π വരെ പോയി. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് 9 ആണെങ്കിൽ ഇത് 9 എടുക്കുകയാണെങ്കിൽ സോ ഇവിടെ നിന്നും സോ ഇത് കുറച്ചുകൂടെ വലുതായിട്ട് വരും. ഇവിടെ നിന്നും ഇവിടെ വരെ വരും 9 റേഡിയസ്, ഒറിജിൻ 0. ഈ ഫിഗറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇത് സർക്കിളായിട്ട് തന്നെ മാറും, റേഡിയസ് സ്ക്വയർ ആകും, ആംഗിൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ സംഭവം. എക്സാമിന് ഈ രീതിയിൽ എഴുതി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ നോക്കാം. നിങ്ങളുടെ ഒരു മനസ്സിലാകുന്ന രീതിയിൽ ഒരു പ്രോബ്ലം കൂടെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ ഇതേ സെയിം കാര്യങ്ങൾ നമുക്ക് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും നമുക്ക് രണ്ട് പ്രോബ്ലം നോക്കാം. നമ്പർ 2, ഫൈൻഡ് the image of 1 less than modulus of z less than 2. Find the image of 1 less than modulus of z less than 2, comma 0 less than or equal to, comma 0 less than or equal to theta less than or equal to pi under w equal to z square. ആക്ച്വലി പ്രോബ്ലം ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ തന്നിരിക്കുന്നത് എന്താണ്, മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ സർക്കിളാണ്, സെൻറ്റർ 0 ആണ്, 1 റേഡിയസിൻ്റെ പുറത്താണ് ഇവിടെ മോഡുലസ് ഓഫ് ഇസഡ് നോക്കിയാൽ വാ തുറന്നിരിക്കുന്നത്. 1 റേഡിയസിൻ്റെ പുറത്തും 2 റേഡിയസിൻ്റെ അകത്തിരിക്കുന്ന ആ സർക്കിളിൻ്റെ ആ ഭാഗമാണ് നമുക്ക് ഇത് വരണം 0 to π വരെ. അപ്പർ സർക്കിളിൽ അത്രയും ഞാൻ ഫിഗർ ലാസ്റ്റ് വരച്ച് കാണിച്ചു തരാം. അവിടെ തന്നിരിക്കുന്നത് ഈ ട്രാൻസ്ഫോർമേഷനിൽ എന്തായിട്ട് ചേഞ്ച് ആകും. ഓക്കെ, നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഏത് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും, ഒത്തിരി എളുപ്പം കൂടെയാണ്. ലാസ്റ്റ് തന്ന നോട്ട് അത് ഏറ്റവും പ്രധാനമാണ്. ഓക്കെ, സോ അതിൻ്റെ സൊല്യൂഷൻ നേരത്തെ എഴുതിയ പോലെ സൊല്യൂഷൻ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ W equal under the transformation ബ്രാക്കറ്റിൽ പോലാർ ഫോം ഇങ്ങനെ എഴുതുക. പോലാർ ഫോം അണ്ടർ എന്തുകൊണ്ട് പോലാർ ഫോം എടുക്കാൻ കാരണം ഇവിടെ നമുക്ക് സർക്കിളാണ് തന്നിരിക്കുന്നത്, 1ഉം 2ഉം റേഡിയസ് ആണ്. ഓക്കെ, സർക്കിൾ തന്നാലോ ആംഗിൾ തന്നാലോ നമുക്ക് പോലാർ ഫോമിൽ പോകണം. ഇവിടെ സർക്കിൾ അതിൻ്റെ റേഡിയസും ഉണ്ട്, പിന്നെ എന്താണ് ആംഗിളും ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ഏതാണ്, നമുക്ക് പോലാർ ഫോമിലാണ് പോവേണ്ടത്. ഓക്കെ, സോ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ പോലാർ ഫോമിൽ നമുക്ക് എന്ത് കിട്ടും, റോ ഈക്വൽ ടു ഇവിടുത്തെ യു വി പ്ലെയിനിലുള്ള സർക്കിളിൻ്റെ റേഡിയസ് റോ ഈക്വൽ ടു ആർ സ്ക്വയർ ആയിട്ട് മാറും. പിന്നെ അതിൻ്റെ ആംഗിൾ 5 ഈക്വൽ ടു എന്തായിട്ട് മാറും, 2 തീറ്റ ആയിട്ട് മാറും. ഇപ്പോൾ തന്നിരിക്കുന്നത് ഫസ്റ്റ് എന്താണ്, ഇവിടെ
1 less than modulus of z less than 2 ആണ്. So ഇവിടെ r equal to 1. r equal to 1 ഈ റേഡിയസ് implies rho equal to r square equal to 1 square equal to 1. അപ്പോൾ റോ എന്തായിട്ട് മാറി? അവിടുത്തെ സർക്കിളിൻ്റെ റേഡിയസ് 1 സ്ക്വയർ, അതിൻ്റെ വാല്യൂ 1 തന്നെയാണ് കിട്ടി. അടുത്ത റേഡിയസ് എന്താണ്? r equal to 2 ആണ്. r equal to 2 implies എന്താണ് മാറി? റോ ഈക്വൽ ടു 2 സ്ക്വയർ ഈക്വൽ ടു 4 ആണ്. സോറി ഇവിടെ എന്തെടുക്കാൻ നമുക്ക് ആർ കറക്റ്റ് ആവണമെങ്കിൽ ഒരു ലൈൻ കൂടെ പോകുന്നതിൽ പ്രശ്നമില്ല. റോ ഈക്വൽ ടു ആർ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ ഈക്വൽ ടു 4 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്തായി? അതിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് 1ഉം 2 എന്തായിട്ട് മാറി? 1ഉം 4 ആയിട്ട് മാറി. വളരെ ക്ലിയർ ആണ്. അടുത്ത ആംഗിൾ നോക്കുകയാണെങ്കിൽ ആംഗിൾ എന്താണ്? 0 ലെസ് ദാൻ അടുത്ത് ഗിവൺ 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ. നമുക്ക് എന്താ അറിയടാ? തീറ്റയെ നമുക്ക് 2 തീറ്റ ആക്കിയാൽ നമുക്ക് എന്ത് ആക്കാൻ പറ്റും? 5 ആക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലൈ എന്ത് കിട്ടും? implies 2 into 0, that is 0 less than 2 theta less than 2 pi. 2 theta വാല്യൂ നമുക്കറിയാം 5 ആണ്. സോ അങ്ങനെ എന്താണ് ഇവിടെ? 0 less than 5 less than 2 pi. സോ ഇങ്ങനെ ചേഞ്ച് ആയി. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് 1ഉം 2ഉം എന്തായിട്ട് മാറി? 1ഉം 4 ആയിട്ട് മാറി. ആംഗിൾ എന്തായിട്ട് മാറി? നമുക്ക് അപ്പർ സെമി സർക്കിൾ 0 to pi വരെ ഇരുന്നത് 0 to 2 pi വരെ ആയി. സോ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് കൺക്ലൂഷൻ എന്ത് എഴുതാം? therefore the image of 1 less than modulus of z less than 2, 0 less than or equal to theta less than or equal to pi under w equal to z square is 1 less than modulus of w less than 4, 0 less than 5 less than 2 pi. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ കൺക്ലൂഷനിൽ പോകണം. ഇത്രയും കാര്യം ക്ലിയർ ആണ്. കൺക്ലൂഷൻ നോക്ക്. Therefore, the image of 1 less than modulus of z. So this question ആണ്. 1 less than z modulus of z, 1 less than modulus of z less than 2, 0 less than or equal to theta less than or equal to pi is എന്താണ് ഒരു under w equal to z square is എന്താണ് കിട്ടിയത്? 1 റോ കിട്ടിയത് വാല്യൂ 1 ആണ്. 1 less than or equal to modulus of w. സർക്കിളായിട്ട് തന്നെ മാറും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവിടെ റോ എന്ത് കിട്ടി? 2 സ്ക്വയർ ആയതുകൊണ്ട് 4, എന്താണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആയിട്ട് മാറും. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ ആയിട്ട് മാറും. നീ എക്സാമിന് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതിൻ്റെ ഫിഗർ വരയ്ക്കുകയാണ്. എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എഴുതിയത് ഈ കൺഫോമൽ മാപ്പിംഗ് ആണ്. അതിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തത് ഫിഗറിൻ്റെ കൂടെയാണ്. നിങ്ങൾ ഒന്നും പറയുന്നില്ല, വേണ്ട. അപ്പോൾ ഞാൻ ഫിഗർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് എക്സ് പ്ലൈനിലാണെങ്കിൽ ഇത് ഇസഡ് പ്ലൈൻ, ഇത് 1 റേഡിയസിൽ. സോ ഇങ്ങനെ സെൻറ്റർ 0ൽ ഇങ്ങനെ ഇരുന്നത്. ഇവിടെ എന്താണ്? 2 റേഡിയസിൽ ഇങ്ങനെ ഇരുന്ന ഈ സ്ട്രിപ്പാണ്, ഈ ഏരിയ, ഈ റീജിയനാണ്. ഇത് ഇസഡ് പ്ലൈൻ. സോ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെൻറ്റർ 0. സോ ഇത് ഇവിടെ നിന്നിട്ട് ഇവിടെ എന്തായിട്ട് മാറി? നമ്മുടെ യു വി പ്ലൈനിൽ പോയപ്പോൾ ഇത് യു ആക്സിസ്, ഇത് ബി ആക്സിസ്. സെൻറ്റർ എന്തായിട്ട് മാറി? 1 തന്നെയാണ്. അപ്പോൾ സെൻറ്റർ 1 ആംഗിൾ ഇതുവരെയാണ് 0 to 2 pi വരെ. അപ്പോൾ ഫുൾ കവർ ചെയ്യുന്നു 1. പിന്നെ അടുത്തെന്താണ് മാറി? 4 ആണ്. 4 ആകുമ്പോൾ ഇവിടെ വരെ വരുമായിരിക്കും കുറച്ചുകൂടെ. ഇവിടെ വരെ കുറച്ച് വലിയ സർക്കിൾ വരുമായിരിക്കും. സോ ഇതിൻ്റെ മൊത്തം ഈ റീജിയനായിട്ട് മാറും. കാര്യം മനസ്സിലാക്കിയെടുക്കും. ഇത് നമുക്കിത് ഇസഡ് പ്ലൈൻ, ഇത് ഡബ്ല്യു പ്ലൈൻ. ഓക്കെ, ഇസഡ് പ്ലൈനിലിരിക്കുന്ന ഇത് അത് യു ആക്സിസ്,
ഇവിടെ എക്സും വൈയും, ഇവിടെ യുവും വിയും. ഓക്കെ, തന്നിരിക്കുന്ന ഈ സ്ട്രിപ്പ് ഇവിടെ ഈ സ്ട്രിപ്പായിട്ട് മാറി, പക്ഷേ ഇത്ര ഏരിയമാണ്. അത് അപ്പർ സെമി സർക്കിളായിരുന്നു, ഇത് ഫുൾ സർക്കിൾ കവർ ചെയ്ത് വന്നിരിക്കുന്ന ബ്യൂട്ടി മനസ്സിലായി. എക്സാമിന് ഇതോടെ നിർത്തിയാൽ മതി. സോ അടുത്ത ഒരു 2 ക്വസ്റ്റിനോടെ ഈ നമുക്ക് ചാപ്റ്റർ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ പ്ലെയിനിലിരിക്കുന്ന ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇൻ ഇസഡ് പ്ലെയിൻ അണ്ടർ W ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. ഇതാണ് എടുക്കാവുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 0 to π/2 ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Find the image of first quadrant. First quadrant of Z plane under the transformation. Under the transformation W equal to Z square. Question എഴുതിയിരിക്കുന്നത് എഴുത്ത് ക്ലിയറാണ്, മനസ്സിലായാലും പറയുന്നത് ക്ലിയറായി കേൾക്കുക. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ഫസ്റ്റ് ക്വാഡ്രന്റ് ഓഫ് ഇസഡ് പ്ലെയിൻ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ W ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ നിനക്കറിയാം, ഞാൻ നേരത്തെ അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇതൊരു ആംഗിൾ, ഇതൊരു 0 മുതൽ π/2 വരെ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. സോ അപ്പോൾ 0 മുതൽ π/2 വരെ വരുമ്പോൾ ആംഗിൾ വരുന്നത് കൊണ്ട് നമുക്ക് എവിടെ പോകും? പോളാർ ഫോമിൽ പോകും. ഇവിടെ സർക്കിൾ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? സോ അതിൻ്റെ സൊല്യൂഷൻ given 0 less than or equal to theta less than or equal to π/2. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. സിൻസ് തന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആയാലും. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. സോ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ W ഈക്വൽ ടു ഇസഡ് സ്ക്വയർ വി ഹാവ്. നമ്മൾ നേരത്തെ എന്താണ് ഇവിടെ ആംഗിൾ വന്നത് കൊണ്ട് ഞാൻ പോലാർ ഫോമിലാണ് പോണത്. സോ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ W ഈക്വൽ ടു ഇസഡ് സ്ക്വയറിൽ നമുക്ക് എന്തായിട്ട് മാറും? റോ ഈക്വൽ ടു R സ്ക്വയർ, പിന്നെ ഫൈ ഈക്വൽ ടു ആംഗിൾ ഫൈ ഈക്വൽ ടു 2 തീറ്റ ആവും. സോ ഇവിടെ തന്നിരിക്കുന്നത് നൗ 0 ലെസ് ദാൻ ആർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ആർ ഈക്വൽ ടു π/2 ഇംപ്ലൈസ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് 2 തീറ്റ വന്നാലേ ഫൈ എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് 2 തീറ്റ കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 0 0 ലെസ് ദാൻ ആർ ഈക്വൽ ടു 2 തീറ്റ ലെസ് ദാൻ ആർ ഈക്വൽ ടു 2 ക്യാൻസൽ ആകുമ്പോൾ പൈ ആണ്. സോ മൾട്ടിപ്ലൈ ബൈ 2 ഓൺ ബോത്ത് സൈഡ്സ്. ദാറ്റ് ഈസ് എന്തായിട്ട് മാറും? 0 ലെസ് ദാൻ ആർ ഈക്വൽ ടു 5 ലെസ് ദാൻ ആർ ഈക്വൽ ടു പൈ. അപ്പോൾ എന്തായിട്ട് മാറിയിടാ? ഫസ്റ്റും സെക്കൻഡും ക്വാഡ്രന്റ് മാറി. Therefore the image of first quadrant in Z plane under W equal to Z square is എന്താണ്? The upper half of the double plane. എന്തുകൊണ്ട് upper half എടുക്കാൻ പറയണം? upper halfൽ എന്തൊക്കെ വരും? ഫസ്റ്റ് ക്വാഡ്രന്റ് വരും, സെക്കൻഡ് ക്വാഡ്രന്റ് വരും, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ് എന്ത് വേണേൽ എടുക്കാം. അപ്പം ഞാൻ എൻ്റെ കൺക്ലൂഷൻ ഞാൻ എഴുതുന്നത് therefore the image of, ഇത് ഇത്രയും ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഫസ്റ്റ് ക്വാഡ്രന്റ് ചോദിക്കാം, പിന്നെ ഓക്കെ. അതുകൊണ്ട് ക്ലിയർ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ നമുക്ക് എഴുതാൻ നോക്കണം. അപ്പോൾ നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ ഇതാണ്. therefore the image of the first quadrant ബ്രാക്കറ്റിനകത്ത് വേണമെങ്കിൽ 0 ലെസ് ദാൻ ആർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ആർ ഈക്വൽ ടു π/2 ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആകുമ്പോൾ ഇതല്ലേ, അണ്ടർ W ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ആർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്
quadrant in W plane അല്ലെങ്കിൽ UV plane. Okay, the image of the first quadrant 0 less than or equal to theta less than or equal to 5 അവിടെ Z plane അല്ലേ first quadrant in Z plane ആണെങ്കിൽ ഇവിടെ എഴുതാം in Z plane the image of the first quadrant അതിന്റെ മീനിങ് ആണ് 0 less than or equal to theta less than or equal to pi by 2 in Z plane under W equal to Z square are first and second quadrant in W plane. എന്തുകൊണ്ട് ഫസ്റ്റ് ആൻഡ് ക്വാഡ്രന്റ് എടുക്കാൻ കാരണം അവിടുത്തെ ആംഗിൾ ഏതുവരെ കവർ ചെയ്ത് 0 മുതൽ പൈ വരെ കവർ ചെയ്തു. അപ്പോൾ 0 മുതൽ പൈ ബൈ 2 ആകുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, പൈ ബൈ 2 ടു പൈ ആകുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ്, അല്ലെങ്കിൽ അപ്പർ ഹാഫ് ഓഫ് ദി W പ്ലെയിൻ. അങ്ങനെയാണ് നമ്മുടെ കൺക്ലൂഷൻ എടുക്കുക. ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് ഒരു ക്വസ്റ്റിനോട് നമുക്ക് ഈ പ്രോബ്ലം തീർക്കാം. ഓക്കെ, ഇതൊന്ന് നോട്ട്, ഇത് ക്വസ്റ്റ്യൻ ആണ്. ഈ നോട്ടുകളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നോട്ട് എടുക്കണം. ഇത്രയും നൈറ്റ് ഞാനിത് പഠിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നോട്ടുകൾ എടുത്തിരിക്കണം. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് അയച്ചു തരും, നിങ്ങളും കൈ കൊണ്ട് ഈ നോട്ട് എടുത്തിരിക്കണം. ഓക്കെ, okay, last problem. Find the image. Find the image of the upper semicircle. The upper semicircle x equal to square root of 9 minus y square under ഇവിടെ പ്ലസ് ആർ മൈനസ് വന്നാൽ ഞാൻ പ്ലസ് ആർ മൈനസ് കൂടെ ഇടുകയാണ്, കിടക്കട്ടെ. പ്ലസ് ആർ മൈനസ് വേണമെങ്കിൽ പ്ലസ് വരാം അല്ലെങ്കിൽ മൈനസ് വരാം. 9 മൈനസ് വൈ സ്ക്വയർ അണ്ടർ W ഈക്വൽ ടു Z സ്ക്വയർ. സോ അതിൻ്റെ സൊല്യൂഷൻ ഈ ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണോ കേരള യൂണിവേഴ്സിറ്റി എക്സാമിന് കേരള യൂണിവേഴ്സിറ്റിയിലെ നിങ്ങളുടെ KTU എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതാണോ അതെനിക്ക് ഓർമ്മയില്ല, ഇതായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്താ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ട ഓർമ്മ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. സോ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഗിവൺ സൊല്യൂഷൻ അവിടെ എഴുതിയല്ലോ. സൊല്യൂഷൻ ഗിവൺ x equal to plus or minus square root of 9 minus y square. സ്ക്വയർ റൂട്ട് കളയാൻ വേണ്ടി അപ്പർ സെമി സർക്കിളാണ്. ഇത് എങ്ങനെ വരുന്നത് നോക്കാം. സ്ക്വയർ റൂട്ട് കളയാൻ വേണ്ടി എന്ത് വേണമെങ്കിൽ സ്ക്വയറിങ് ആൺ ബോത്ത് സൈഡ്സ്. സോ സ്ക്വയറിങ് ആൺ ബോത്ത് സൈഡ്സ്, സ്ക്വയറിങ് ആൺ ബോത്ത് സൈഡ്സ് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് വന്നാലും മൈനസ് വന്നാലും സ്ക്വയർ എന്താവും? സ്ക്വയർ ചെയ്യുമ്പോൾ എന്താണ്? പ്ലസ് വന്നാലും മൈനസ് വന്നാലും സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ആ സിമ്പിൾ പോകും അല്ലേ? പ്ലസ് ആയാലും പ്ലസ് തന്നെ ആവും, മൈനസ് ആയാലും സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? അത് പ്ലസ് തന്നെയാണ് മാറും. സോ അപ്പോൾ എന്താ വരും? എക്സ് സ്ക്വയർ ഈക്വൽ ടു 9 മൈനസ് വൈ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. നിങ്ങൾ ആലോചിക്കട, എവിടെ ആലോചിക്കാൻ പോകുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് ഇസറ്റിൻ്റെ ഫോർമുല എന്താണ്? മോഡുലസ് ഓഫ് ഇസറ്റ് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് സ്ക്വയർ ഇട്ട് കാണുന്നില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യാം? ഇതിന് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാനെന്ന് എനിക്കൊന്നും അറിയില്ല. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുക്കാം? ഇതിന് ദാറ്റ് ഇസ് മോഡുലസ് ഓഫ് ഇസറ്റ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ. 9 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 9. ഇവിടെ എന്തായിരിക്കും? നമുക്ക് അതിൻ്റെ റീസൺ ഞാൻ എഴുതുകയാണ്. സിൻസ് മോഡുലസ് ഓഫ് ഇസറ്റ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ മോഡുലസ് ഓഫ് ഇസറ്റ് ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആകുമ്പോൾ ഇതിനെന്തെടുക്കാം? സ്ക്വയർ റൂട്ട് പോകുന്നതുകൊണ്ട് വേണമെങ്കിൽ അത് കൂടെ എഴുതാം. വേണമെങ്കിൽ നിങ്ങൾ അത്ര മണ്ടന്മാരല്ലേ. മോഡുലസ് ഓഫ് ഇസറ്റ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഒന്നും വീട്ടിൽ പഠിക്കാനും പാടില്ല, ഒന്നും ചെയ്യാനും പാടില്ല, അങ്ങനെ തന്നെ വരണം. മോഡുലസ് ഓഫ് ഇസറ്റ് എന്ന് പറയുമ്പോൾ
സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ടേം നമ്മൾ എന്തെടുക്കാം, മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് എടുക്കാം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ റൂട്ട് എന്താണ് സ്ക്വയർ റൂട്ട് എടുക്കുകയാണ്. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇത് സർക്കിളാണ്. ഓക്കെ, ഇവിടെ പ്ലസ് ആർ മൈനസ് 3 ഇടുമ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് ഒരു കാലമേ നെഗറ്റീവ് ആവില്ല. റേഡിയസ് എടുക്കുമ്പോൾ എന്താണെങ്കിലും 2 റേഡിയസ് 5 റേഡിയസ്, അപ്പോൾ ഇവിടെ പ്ലസ് ആർ മൈനസ് 3 വരണം. പക്ഷേ സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് നമുക്ക് സർക്കിളിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്താണ് അത് 3 ആയിട്ട് മാറും. അതിലത് അപ്പർ സെമി സർക്കിളാണ് തന്നിരിക്കുന്നത്. സോ എന്താണ് അതിലൊരു മോഡുലസ് ഓഫ് therefore this implies modulus of z equal to 3. അപ്പോൾ തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷൻ എന്തായിട്ട് മാറിയിടാ, മോഡുലസ് ഓഫ് z equal to 3 ആയിട്ട് മാറി. ഇപ്പോൾ മോഡുലസ് ഓഫ് z equal to 3നെ നമുക്ക് എവിടെ കൊണ്ടുപോകണം, ഇപ്പോൾ UV പ്ലെയിനിൽ കൊണ്ടുപോകണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷൻ്റെ എന്താണെന്ന് നോക്കി. ഗിവൺ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്ത് തന്നിരിക്കുന്നത് സ്ക്വയർ ചെയ്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 9 ആയി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആകുമ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ ഈക്വൽ 9 ആണ്. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ആണ് ബോത്ത് സൈഡ് എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് ഈക്വൽ 3. സോ ഇത് സർക്കിളാണ്. ഇതെന്താണ്, വിച്ച് ഈസ് എ സർക്കിൾ വിത്ത് റേഡിയസ് r ആണ്. സോ വിച്ച് ഈസ് എ സർക്കിൾ വിത്ത് r ഈക്വൽ ടു 3. ഇപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ പോകുന്നു. ഇത്രയും നിങ്ങൾ സ്റ്റിൽ ചെയ്ത് ഒരു വർഷം ക്ലിയർ ആയി നോക്കുക. തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷൻ എന്തായിട്ട് മാറി, സർക്കിളായിട്ട് മാറി. ഇപ്പോൾ ഇതിനെ നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഇതിൻ്റെ ഇമേജ് കാണാം. ഇത്രയും ക്ലിയർ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇതാണ്. ഓക്കെ, ഇപ്പോൾ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ ബ്രാക്കറ്റിനകത്ത് polar form, comma we have under the transformation polar form we have എന്താണ് rho equal to അവിടുത്തെ റേഡിയസ് എന്തായിട്ട് മാറും r square, comma phi equal to 2 theta ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഇവിടെ എന്താണ്, സോ ഹിയർ r equal to 3 ആണ്. സോ ദിസ് ഇംപ്ലൈസ് എന്തായിട്ട് മാറും, റോ ഈക്വൽ ടു 3 സ്ക്വയർ ഈക്വൽ ടു 9. ഓക്കെ, പിന്നെ തന്നിരിക്കുന്ന അപ്പർ സെമി സർക്കിളാണ്. അപ്പർ സെമി സർക്കിൾ ആകുമ്പോൾ റേഡിയസ് എന്തായിരിക്കും 0. സോ ഗിവൺ അടുത്ത അപ്പർ സെമി സർക്കിളാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. വളരെ ക്ലിയർ നോക്ക്. 0 ലെസ് ദാൻ ആർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ആർ ഈക്വൽ ടു പൈ. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് നേരത്തെ ചെയ്തപോലെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, equal to 0 less than or equal to 2 theta less than or equal to 2 pi എന്നാവും. വളരെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ W equal to Z സ്ക്വയറിൽ നമുക്ക് ഇതുവരെ ഇത്രയും ചെയ്ത ശേഷം ഇതുവരെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കി. അതൊരു സർക്കിളാണ്, റേഡിയസ് 3 ആണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇമേജാണ് കാണാൻ പോകണം. നേരത്തെ തന്നിരിക്കുന്ന സർക്കിൾ അത് മനസ്സിലാക്കി അതിൻ്റെ ഇമേജ് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്ത് പോളാർ ഫോം റേഡിയസും അപ്പർ സെമി സർക്കിൾ തന്നുകൊണ്ട് റേഡിയസും ആംഗിളും തന്നുകൊണ്ട് റേഡിയസോ അല്ലെങ്കിൽ ആംഗിളോ ഏതെങ്കിലും തന്നാൽ നമുക്ക് എവിടെ പോകും, പോളാർ ഫോമിൽ പോകും. പോളാർ ഫോമിൽ റേഡിയസ് അവിടുത്തെ റേഡിയസ് എന്തായിട്ട് മാറും, r സ്ക്വയർ ആയിട്ട് മാറും. ആംഗിൾ 2 theta ആയിട്ട് മാറും. r ഈക്വൽ ടു 3 ആണ്. therefore റോയുടെ വാല്യൂ 9 ആയിട്ട് മാറും. അപ്പർ സെമി സർക്കിൾ ആകുമ്പോൾ 0 ലെസ് ദാൻ ഈക്വൽ തീറ്റ ലെസ് ദാൻ ഈക്വൽ പൈ ആകുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കാര്യം എന്താ, 2 theta വന്നാലേ നമുക്ക് അവിടെ 5 ഇടാൻ പറ്റും. ഓക്കെ, അത്രയും ക്ലിയർ ആണ്. എന്താണ് മാറുന്നത്, so that is implies 0 less than or equal to 5 less than or equal to 2 pi. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എത്രയേ ഉള്ളൂ, therefore the image of x equal to plus or minus of 9 minus y square is ബ്രാക്കറ്റിൽ വേണമെങ്കിൽ അപ്പർ സെമി സർക്കിൾ കൂടെ തന്നിരിക്കുകയാണ്. അപ്പർ സെമി സർക്കിൾ അതുകൂടെ തന്നിരിക്കുകയാണ്. അപ്പർ സെമി സർക്കിൾ ഈസ് എന്തായിട്ട് മാറി, മോഡുലസ് ഈസ് എ സർക്കിൾ മോഡുലസ് ഓഫ് W equal to 9, 0 less than or equal to 5 less than or equal to
2 pi. 0 less than or equal to 5 less than or equal to 2 pi ആയിട്ട് മാറി. സോ ഇതോടെ നമുക്ക് ആ ചാപ്റ്റർ തീരുകയാണ്. ഇത് നമ്മൾ പോളാർ ഫോമിലുള്ള പ്രോബ്ലം ഇതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ ഒരു ഹോംവർക്ക് ഒന്നിടാം. ആ ഹോംവർക്കിൽ ജസ്റ്റ് ഒരു ഹിൻഡ് തരാൻ വേണ്ടി മാത്രമാണ് ആ ഹോംവർക്ക് ഇടുന്നത്. ഇത്രയും പ്രോബ്ലങ്ങളും ഇതിൻ്റെ നോട്ടുകളും ഞാൻ അയച്ചു തരാം. അതുപോലെ നോക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒരു ഹോംവർക്ക് കൂടെ നോക്കുക. ജസ്റ്റ് ഒരു പ്രോബ്ലം എങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യും പ്രാക്ടീസിന് വേണ്ടി. ഓക്കെ, find the image of modulus of z equal to 1/2 comma pi by 2 less than or equal to argument of z less than or equal to pi under w equal to z square. Question clear കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയുന്നത്, find the image of modulus of z equal to 1/2. ഒരു സർക്കിളാണ്, അതിൻ്റെ റേഡിയസ് 1/2 ആണ്. pi by 2 less than or equal to argument of z less than or equal to pi ആണ്. pi by 2 ലെസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അണ്ടർ w equal to z സ്ക്വയർ. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് സാർ ആർഗ്യുമെൻറ്റ് z എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മാത്രമാണ് ഡൗട്ട് വരാൻ സാധ്യതയുള്ളൂ. ആർഗ്യുമെൻറ്റ് ഓഫ് z എന്ന് പറയുമ്പോൾ തീറ്റമാണ്, ആംഗിളാണ്. ആർഗ്യുമെൻറ്റ് ഓഫ് w എന്ന് പറയുമ്പോൾ എന്താണ്? അവിടുത്തെ ആംഗിൾ ഫൈ ആണ്. ഓക്കെ, സോ അതിൻ്റെ ഹിൻഡ് അത് മാത്രമാണ് ഉള്ളതാണ്. ഹിൻഡ് ARG ഓഫ് z, ആർഗ്യുമെൻറ്റ് ഓഫ് z ഈക്വൽ ടു തീറ്റ ആണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലം എന്താണ് മാറും? സോ അപ്പോൾ എന്താ തന്നിരിക്കും? സോ ഗിവൺ modulus of z equal to 1/2 comma pi by 2 less than or equal to theta less than or equal to pi. ഇതാണ് തന്നിരിക്കുന്ന ഗിവൺ പ്രോബ്ലം. സോ അപ്പോൾ ഗിവൺ പ്രോബ്ലം ഇതാണ്. ഇതൊരു ഹിൻഡായിട്ട് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ മക്കളെ, ഗുഡ് നൈറ്റ്. ഓക്കെ.